താങ്കൾക്കറിയുന്ന പോലെ വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്ത് അതിന് നികുതിയും കുറച്ചാണല്ലോ ഇപ്പോൾ പ്രശ്നം. കുറച്ചില്ലെങ്കിൽ പോലും ബജറ്റ് നിർദ്ദേശം അങ്ങനെ വന്നു. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നിങ്ങൾ വലിയൊരു സംഘം ആൾക്കാർക്ക് ഇതിനെ എതിർക്കുന്നു. വി എം സുധീരനെ പോലുള്ള നേതാക്കന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. അല്ല, ഇത് ഒരു അനാവശ്യ വിവാദമാണ്. കാരണം വിവാദത്തിൽ പ്രസക്തി ഇല്ലെന്നാണ്. ഒരു പ്രസക്തിയില്ല. കാരണം സർക്കാരുകൾ തുടർച്ചയാണ്. സർക്കാരുകൾ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോൾ മറ്റ് KCBCയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഈ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് അവർക്കൊരു അടിസ്ഥാനം ഉണ്ടാവും. പക്ഷെ പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണെന്നുള്ളൊരു ചിന്തിക്കണം. ഇതിന്റെ ഒരു സർക്കാർ തുടർച്ച എന്നുള്ളതൊക്കെ ഇവർ തുടങ്ങി വെച്ച ഇവർ തന്നെ അതിനകത്ത് കാറ്റഗറൈസ് ചെയ്ത് കൊണ്ടുവന്നൊരു ഒരു പ്രപ്പോസലാണ്. അത് സ്വാഭാവികമായിട്ടും ഈ പുതിയ ഒരു സർക്കാർ വന്ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏതൊക്കെ ടാക്സ് പ്രപ്പോസൽ എന്നുള്ളത് ധനമന്ത്രിയുടെ മുമ്പിലേക്ക് വരും. ആ ടാക്സ് പ്രപ്പോസലിൽ ഒരു തീരുമാനം എടുത്തു, ഒരു ടാക്സ് തീരുമാനിച്ചു. ആ ഒരു ഭരണപരമായിട്ടുള്ള കാര്യം നടന്നതിനപ്പുറം മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഇവര് നീതി കുറച്ചെന്ന് താങ്കൾ പറഞ്ഞു വയ്ക്കരുത്. ആര് അവർ അങ്ങനെ നിർദ്ദേശിച്ച് അവർ വെച്ചിട്ടില്ല. അല്ല, അവര് നികുതി അവരുടെ നിർദ്ദേശം എന്തായിരുന്നു? ബിയറിന്റെയും വൈനിന്റെ ഇടയ്ക്കും അതുപോലെ തന്നെ ഹാർഡ് ലിക്കറിന്റെ ഇടയ്ക്കുള്ള ഒരു ടാക്സ് സ്ട്രക്ചർ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇവര് പല കാരണം ഇവർക്ക് വ്യക്തതയില്ലായിരുന്നു. വ്യക്തതയില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഇതിനകത്ത് തീരുമാനം എടുത്തില്ല. എന്താ ഇവരുടെ നയം? എന്താ CPM കഴിഞ്ഞ സർക്കാരിന്റെ നയം 2022-23 നയം ഹാർഡ് ലിക്കർ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി ലോ ആൽക്കഹോൾ ലിക്കർ പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. അങ്ങനെ ലോ ആൽക്കഹോൾ ലിക്കർ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രപ്പോസൽ വന്നത്. എന്നാൽ ഇവർ ടാക്സ് വരുമ്പോഴത്തേക്ക് എന്താ അതുകൊണ്ട് വരുമാന നഷ്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇവരുടെ നയത്തിന് വിരുദ്ധമായിട്ട് നിലപാടെടുക്കുകയാണ്. ഇവർക്ക് കാര്യങ്ങൾക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി. പുതിയ ഗവൺമെന്റ് വന്ന് ബജറ്റിനകത്ത് ഒരു പ്രപ്പോസൽ, ടാക്സ് പ്രപ്പോസൽ ധനവകുപ്പ് കൊണ്ടുവരുമ്പോൾ അത് വേണോ വേണ്ടതുള്ള തീരുമാനിക്കണമല്ലോ, എന്തെങ്കിലും തീരുമാനം വേണമല്ലോ. ആ തീരുമാനം എടുത്തു. എന്നിട്ട് എന്താ, ബിയറിന് 116% ടാക്സ്. ബിയറിന് 116% നിൽക്കുമ്പോൾ ലോ ഇൻ ആൽക്കഹോൾ ഡ്രിങ്കിന് 120% ടാക്സ് ഉണ്ട്, 0 to 10. അതേസമയം 10 to 20 വരുമ്പോൾ 175 ടാക്സ് ആയി. ശരിക്കും ബിയറിന് നിൽക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ഇപ്പൊ ബ്രക്കോഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, ചെറുപ്പക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ബ്രക്കോഡ് എന്ന് പറയുന്ന ബ്രാൻഡ് വൈനായിട്ടാണ് പെടുത്തിയിരിക്കുന്നത്. 15% ആൽക്കഹോൾ ഉണ്ട്. ആ 15% ആൽക്കഹോൾ സത്യം പറഞ്ഞാൽ 175% ടാക്സ് ഇപ്പോൾ കൊടുക്കണം. അതിന് പകരം ഇപ്പോൾ ഏതാണ്ട് 116 താഴെയാണ് വൈൻ്റെ താഴെയുള്ള ടാക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്ക് ഘടനാപരമായിട്ട് തന്നെ വലിയ മാറ്റം വേണം. ഈ ബിയറും വൈനും ഒഴിച്ചു നിർത്തി തന്നെ ഒരു അട്ടിമറിയുടെ ഭാഗമാണെന്നുള്ളത് അതിനകത്തുണ്ട്. അപ്പൊ ഇവര് നയവും ഇവര് നടപ്പാക്കിയതും തമ്മിൽ ഇവർക്ക് വലിയ ആശയ പ്രശ്നമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം രാഷ്ട്രീയ ധാർമ്മികതയാണ്. ഇതുകൂടി പറഞ്ഞു കേട്ടേക്കാം. രണ്ടാമത് രാഷ്ട്രീയ ധാർമ്മികതയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ KCBCയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും മദ്യവിരുദ്ധ സമിതി പറയുന്നതിന് നമുക്ക് മറുപടി കൊടുക്കാം. പക്ഷെ ഈ മുഴുവൻ സംഭവം ചെയ്ത ആൾക്കാർ ഇതൊക്കെ മറന്നുകൊണ്ട് ഇന്ന് ആരോപണം ഉന്നയിക്കുന്ന അടിസ്ഥാനം എന്താ? അത് മദ്യനയം മാത്രമല്ല, PMC പോയി ഒപ്പിട്ടതിന് ശേഷം വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഒപ്പിട്ടു, പക്ഷെ നിങ്ങൾ എന്തിനാണ് നടപ്പാക്കുന്നത്? ഞങ്ങൾ നടപ്പാക്കാതിരിക്കാൻ വേണ്ടി ഒപ്പിട്ടതാണെന്നാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ആശയ സംഭവം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.